ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു റമദാനിലൊരു ഡേ ആണ് കളിക്കാൻ പോകുന്നത്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് എക്സാംസൊക്കെ വരുന്നുണ്ട്. ഇനിക്ക് 11th സ്റ്റാറ്റിയുടെ എക്സാമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വേഗം ലോഹർ നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി. അതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ തന്നെ ഇരിക്കുന്നത്. ഞാൻ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. പിന്നെ അങ്ങനെ പരിപാടികൾ കഴിഞ്ഞ് വന്ന് നിസ്കരിച്ച് പഠിക്കാതിരുന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കാറ്റിനായിട്ട് ജനലൊക്കെ തുറന്നിട്ടു. കാരണം നല്ല ചൂടായിട്ട് ഇവിടെ ഇരിക്കാനേ കഴിയൂല. ജനലും കാര്യങ്ങളും തുറന്നിടാതെ ഫാനിന്നൊക്കെ ചൂട് കാറ്റാണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി 4 ദിവസമാണ് ഒരു എക്സാമിന് ബാക്കിയുള്ളത്. അപ്പോൾ ഓരോ ദിവസം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാമെന്നൊക്കെ എഴുതി വെച്ചു. പിന്നെ അതിനനുസരിച്ച് പഠിക്കാമെന്നും കരുതിയിട്ട് ഫസ്റ്റ് തന്നെ ഇന്ന് 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അങ്ങനെ അതെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു. ആദ്യം ഞാൻ പഠിച്ചിട്ടു, അത് അറിയണ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചിട്ട് പിന്നെ കാണാതെ ഒന്ന് എഴുതി വെക്കാൻ വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല ടൈം ഉണ്ട് ഇനി എക്സാമിന്, 4 ദിവസം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ പഠിക്കാൻ തന്നെ കരുതി. അങ്ങനെ ഞാൻ ബുക്കൊക്കെ മാറ്റിച്ച് പിന്നെ കാണാതെ ഇതിൽ തുടങ്ങി. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റ് എക്സാം കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിനാകെ 3 ദിവസം ഒക്കെ ഉള്ളു കിട്ടുന്നുണ്ടാവുക. ഇനിയിപ്പോൾ സ്റ്റാറ്റ് എടുക്കാത്തവർക്ക് അത്യാവശ്യം ഒരു 6-7 ദിവസമൊക്കെ കിട്ടുന്നുണ്ടാവും. ഒന്നാമതൊക്കെ ബിസിനസ് പഠിക്കാൻ നല്ല ടൈം വേണം. തിയറി പേപ്പറല്ല, അപ്പോൾ പ്രോബ്ലം പേപ്പറിൻ്റെയൊക്കെയാണ് നല്ല ടൈം വേണം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ കൈ എന്നെ ശ്രദ്ധിച്ച് നല്ല വർക്കുണ്ടായിരുന്നു. കാരണം ഒന്നാമത് നോമ്പും കൂടി പഠിക്കലും രണ്ടും കൂടിയും ഒരിക്കലും നടക്കണില്ല. എനിക്ക് എല്ലാ കൊല്ലം ഞാൻ CBSE പഠിച്ചുകൊണ്ട് തന്നെ നോമ്പ് മുന്നേ എൻ്റെ എക്സാംസ് എല്ലാ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയില്ല, നോമ്പും എക്സാം കൂടി ഒപ്പം വന്നു. അങ്ങനെ പിന്നെ ഞാനൊന്ന് ഉറങ്ങാൻ വിചാരിച്ചിട്ട് ബുക്കൊക്കെ മാറ്റി വെച്ച് ഉറങ്ങാൻ കടന്നു. അപ്പോഴാണ് ഇത് ആദ്യം വന്നത്. അങ്ങനെ പിന്നെ ഓനോട് സംസാരിച്ച് കുറേ നേരം ഇരുന്നിട്ട് ഞാൻ നേരം പോലെ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നീച്ച് പോയി. കാരണം ഒരു 5 മണി ആ ടൈം ആയിട്ടുണ്ടായി. പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇമ്മ മെയിൻ കോഴ്സ് ഉണ്ടാക്കാൻ നിന്നു. ഞാനിങ്ങനെ വെള്ളം എണ്ണക്കടി ഉമ്മ ഉണ്ടാക്കിക്കണം. പക്ഷേ ലാസ്റ്റത്തെ കുറച്ച് പരിപാടികളൊക്കെ അല്ലേ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വാട്ടർമെലൺ ജ്യൂസാണ്, പാലൊക്കെ അടിച്ചിട്ട്, ജ്യൂസല്ല എന്തൊരു സാധനം. അപ്പോൾ ഇനി ഞാനൊരു വലിയതല്ല ഒരു പകുതി വാട്ടർമെലൺ എടുത്തു. പിന്നെ അതിൻ്റെ പകുതി ഞാൻ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ കിട്ടു. പിന്നെ നല്ലപോലെ ഉടച്ചിട്ടു സ്പൂണോട്ട് തന്നെ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും, ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ. പിന്നെ അങ്ങനെ ഉടച്ചതിന് ശേഷം അതിക്ക് പിന്നെ പാൽ ഒഴിക്കണം. ഒരു പകുതി പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ പഞ്ചസാര ഇട്ടു. അങ്ങനെ പിന്നെ അത് ഒന്നും കൂടി നല്ലപോലെ ഇതാക്കി വെച്ചു. അങ്ങനെ ഞാനിത് ചെയ്യുമ്പോൾ അമ്മ അവിടെ നിന്നിട്ട് കട്ട്ലേറ്റ് പൊരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്മെല്ലാക്കാറ് ഇതൊക്കെ പൊരിക്കുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം കട്ട്ലേറ്റിൻ്റെ മിക്സ് വെച്ചിട്ട് തന്നെ സമൂസ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിത് യൂട്യൂബിലൊക്കെ പഠിച്ചാട്ടോ. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് മടക്കും, പിന്നെ മറ്റേ മസാല വെക്കും, പിന്നെ കേടരുമ്പോൾ നിർത്തും. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പ് തുറക്കണ ടൈമായി. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മറ്റേ വാട്ടർമെലൺ ജ്യൂസില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. അതിൽ നമ്മൾ കസ്കസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചു. ഇനി ബാങ്ക് കൊടുത്താൽ മതി ഫുള്ള് അകത്തേക്കാക്കാനെന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നിരുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വേഗം ഒരു സമൂസ എടുത്ത് കഴിച്ചു. ഒറ്റൊന്നല്ല കേട്ടോ, കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ സമൂസ 1-2 ഇതായിരുന്നു എൻ്റെ മാക്സിമം. പക്ഷേ ഈ ടൈമിൽ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അവസാനം വയറെന്തോ പോലെ ആകുമ്പോഴാണ് ഞാൻ നിർത്തൽ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സർവത്ത് ഉണ്ടാക്കിയിരുന്നു, അതും കുടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ വാട്ടർമെലൺ ജ്യൂസിൻ്റെ കാര്യം മറന്നുപോയി. അത് ഞാൻ പെലച്ചൊക്കെ കഴിച്ചിട്ടാണ് കുടിച്ചത്. കാരണം ലെമണും അതുപോലെ തന്നെ പാലും കൂടി ഒപ്പം കുടിച്ച് കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ കുറച്ച് മുട്ടായി ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ കാത്തിക്കുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒരു 11 മണി ആയപ്പോഴാണ് പിന്നെ മെയിൻ കോഴ്സ് തിന്നാൻ വേണ്ടിയിട്ട് വിശന്നത്. അപ്പോഴാണ് ഞാൻ മെയിൻ കോഴ്സ് തിന്നിട്ട്. കാരണം വയറൊക്കെ ഫുള്ള് കട്ടിയായിരുന്നു എണ്ണക്കടി മൊത്തം തിന്നിട്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പഠിക്കാണ്ട് എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം ബുക്കൊക്കെ എടുത്തു. ഞാൻ പഠിക്കാൻ അമ്പനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എൻ്റെ വൈറ്റ് ബോർഡിൽ എഴുതുമ്പോൾ പകുതി മുക്കാലും വായിക്കും. അതാണ് പരിപാടി ഉണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മളൊരു 2 മണി 3 മണി വരെയൊക്കെ രാവിലെ വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, പെൽച്ച വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ കടന്നുറങ്ങിയത്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.